ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഒടുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചിന്നസ്വാമിയിൽ വിജയിച്ചിരിക്കുന്നു. അവസാന ഓവർ വരെ ആവേശം നീണ്ടുനിന്ന മത്സരത്തിൽ 11 റൺസിനാണ് RCB രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത്. ശരിക്കും പറഞ്ഞാൽ ചേസിലുടനീളം മുന്നിട്ട് നിന്നിട്ടും ജയിക്കാനുള്ള അവസരം തുടർച്ചയായ മൂന്നാം മത്സരത്തിലും രാജസ്ഥാൻ റോയൽസ് കളഞ്ഞു കുളിച്ചെന്ന് പറയാം. ജയിക്കാൻ വെറും 12 മുതൽ 18 റൺസ് വേണ്ടിയിരുന്ന സമയത്ത് 19ാം ഓവറിൽ വെറും 1 റൺസ് മാത്രം വിട്ടുകൊടുത്ത് RRന്റെ 2 വിക്കറ്റ് എടുത്ത ജോഷ് ഹേസൽവുഡാണ് ഈ മത്സരത്തിലെ ഹീറോ. നമ്മൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സീസണിലെ RCBയുടെ 4ാമത്തെ ഹോം മാച്ച് ആയിരുന്നു ഇത്. തുടർച്ചയായ 4ാം മത്സരത്തിലും രജത് പടിദാറിന് ടോസ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം, ചിന്നസ്വാമിയിൽ ടോസ് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% ജയിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ ഇത്തവണ ക്യാപ്റ്റനായ റിയാൻ പരാഗിന് ടോസ് കിട്ടി. റിയാൻ പരാഗ് സ്വാഭാവികമായിട്ടും ചിന്നസ്വാമിയിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ബോളിംഗ് തിരഞ്ഞെടുത്തു. നമ്മൾ പിച്ചിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നസ്വാമിയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു സ്ട്രോക്ക് മേക്കിങ്ങിനെ അതിരറ്റ് പിന്തുണയ്ക്കുന്ന ഒരു പിച്ച് ആയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 3 മത്സരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഡിഫിക്കൽട്ട് പിച്ച് ആയിരുന്നില്ല. ആ മത്സരങ്ങളിലെ പിച്ചിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. എന്നാൽ കുറച്ച് ട്രിക്കിങ് കൂടെ ആയിരുന്നു. നല്ല സ്റ്റീപ്പി ബൗൺസ് ഉള്ള കുറച്ച് ടാക്കി ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. അത് നമുക്ക് ആർച്ചറിന്റെ ആ ഒരു ഓപ്പണിംഗ് സ്പെല്ലിൽ നിന്ന് അറിയാം. കാരണം നമ്മുടെ RCB ബാറ്റേഴ്സിനെ വെള്ളം കുടിപ്പിക്കാൻ ആർച്ചറിന്റെ ഒരു വേഗതയും കൂടെ ആകുമ്പോൾ ആ ഒരു ക്യാരിയും ബൗൺസും ഒക്കെ ശരിക്കും നമ്മുടെ RCB ബാറ്റേഴ്സിനെ ഞാൻ പറഞ്ഞ പോലെ വെള്ളം കുടിപ്പിച്ചു. പക്ഷേ ഇവിടെ പ്രശ്നം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർച്ചർ കൊണ്ടുവരുന്ന ഒരു പ്രഷർ അപ്പുറത്തെ സൈഡിൽ കണ്ടിന്യൂ ചെയ്യാൻ ആളില്ലാതെ പോയി. ഈ മത്സരത്തിൽ തീക്ഷ്ണയ്ക്ക് പകരം ഫസൽ ഫറൂഖി വന്നു. എങ്കിലും ആ ഒരു പിച്ച് ഓഫർ ചെയ്യുന്ന ആ ഒരു പിന്തുണ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആർച്ചർ അല്ലാതെ അവർക്ക് വേറെ ആളില്ല. അപ്പോൾ അതാണ് അവർക്ക് പവർ പ്ലേയിൽ പറ്റിയത്. പിന്നെ ആർച്ചറിന്റെ ഓവറിലാണെങ്കിൽ ആർച്ചറിന് റണ്ണ് കൊടുത്തില്ലെങ്കിലും ആ ഒരു ആർച്ചറിന്റെ സ്പീഡും ബൗൺസും ഒക്കെ കൂടെ വന്നപ്പോഴത്തേന് എക്സ്ട്രാസ് വഴി RCBക്ക് റൺസ് കിട്ടി. ഇനി RCBയുടെ പവർ പ്ലേയിലെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡിൽ കളിച്ച് വിക്കറ്റ് പോവുകയാണ് ചെയ്തത്. ഇത്തവണ അവർക്ക് വിക്കറ്റ് പോവാതെ ഒരു പവർ പ്ലേ പൂർത്തിയാക്കാനായി. അതും 59 റൺസാണ് എടുത്തത്. RCBയെ സംബന്ധിച്ച് വളരെ നല്ലൊരു പവർ പ്ലേ ആണ്. ഇവിടെ നമ്മൾ RRന്റെ ഫീൽഡിംഗ് കൂടെ പറയണം. ഇന്നലെയും ക്യാച്ചിങ് വളരെ മോശമായിരുന്നു. അതായത് പവർ പ്ലേയിൽ തന്നെ നമ്മുടെ ഫിൽസോൾട്ട് ഒരു ക്യാച്ച് കളയുകയും ചെയ്തു. ഇനി ഫിൽസോൾട്ട് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു ഭയങ്കര ഒരു സ്വാഷ് ബക്ലിംഗ് ഒക്കെ പറയാവുന്ന ഇന്നിങ്സ് ആയിരുന്നില്ല. 23 പന്തിൽ 26 റൺസാണ് എടുത്തത്. പവർ പ്ലേ കഴിഞ്ഞുള്ള ആദ്യത്തെ ഓവറിൽ തന്നെ ഫിൽസോൾട്ട് ഹസനക്കയുടെ പന്തിൽ പുറത്തായി. പിന്നീട് വന്ന് ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും ചേർന്നിട്ട് വളരെ നന്നായിട്ടാണ് കളിച്ചത്. ഇപ്പോൾ നമ്മൾ ഫേസസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 59 റൺസാണ് എടുത്തത്. എന്നാൽ മിഡിൽ ഓവേഴ്സ് വന്നപ്പോഴേക്കും 9 ഓവറിൽ 97 റൺസ് എടുക്കാൻ ഇവർക്കായി. അതിൽ നമ്മൾ പടിക്കലിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ എടുത്തു പറയണം. കഴിഞ്ഞ മത്സരത്തിൽ എവിടെ നിർത്തിയോ അതിന്റെ ബാക്കിയാണ് പടിക്കൽ കളിച്ചത്. 27 പന്തിൽ 50 റൺസ്, 4 4 3 6 അടക്കം. അതുപോലെ വിരാട് കോഹ്ലിയും നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. 42 പന്തിൽ 70 റൺസാണ് വിരാട് എടുത്തത്. അപ്പോൾ ഈ ഒരു പാർട്ണർഷിപ്പ് ഏകദേശം ഒരു 95 റൺസിന്റെ പാർട്ണർഷിപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ടിം ഡേവിഡ് വന്നു. രജത് പടിദാറിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ടിം ഡേവിഡ് 15 പന്തിൽ 23 റൺസ് എടുത്തു. അവസാനം അതിൽ റൺഔട്ട് ആവുകയാണ് ചെയ്തത്. പിന്നെ ജിതേഷ് ശർമ്മ 10 ബോളിൽ 20. ഇപ്പോൾ അവസാന ഫേസ് വന്നപ്പോഴേക്കും അവർക്ക് ആ മിഡിൽ ഓവേഴ്സിൽ കിട്ടിയ ആക്സലറേഷൻ RCBക്ക് നമ്മുടെ ഡെത്ത് ഓവേഴ്സിൽ കിട്ടിയില്ല. 49 റൺസ്, 3 വിക്കറ്റ് നഷ്ടത്തിൽ 49 റൺസാണ് RCBക്ക് അവസാനം എടുക്കാൻ കഴിഞ്ഞത്. അവിടെ ആർച്ചറിന്റെ ഒരു ബോളിംഗ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ അവസാനം വന്നിട്ട് വളരെ നന്നായിട്ട് തന്നെയാണ് നമ്മുടെ ആർച്ചർ ബോൾ ചെയ്തത്. അവസാനം 5 ഓവറിൽ 2 ഓവറിന് ആർച്ചറിന് ആ സമയം നമ്മുടെ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് കിട്ടുകയും ചെയ്തു. അപ്പം എക്സലന്റ് ബോളിംഗ് ആയിരുന്നു ആർച്ചറിന്റെ. 4 ഓവറിൽ 33 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. സന്ദീപ് ശർമ്മ ഇന്ന് കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടി ബെറ്റർ ആയിട്ട് എറിഞ്ഞു. 4 ഓവറിൽ 45 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. ഹസരംഗ 4 ഓവറിൽ 30 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. ഈ പിച്ചിന്റെ നേച്ചർ വെച്ച് നോക്കിയാൽ വളരെ നല്ലൊരു സ്കോറാണ് RCB പോസ്റ്റ് ചെയ്തത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 205. ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം RRന്റെ മോശം ക്യാപ്റ്റൻസിയാണ്, റിയാൻ പരാഗിന്റെ. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രൈക്ക് ബൗളറാണ് ആർച്ചർ. ഇപ്പോൾ ആർച്ചർ കൊണ്ടുവരുന്ന ആ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആർച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ള ബോളേഴ്സിനാവുന്നില്ല. അത് പോട്ടെ, ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫ്ലറിഷ് ചെയ്യുകയാണ്. അതായത് ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും നന്നായിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ലൊരു റൺ റേറ്റിലാണ് സ്കോർ കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ പ്രീമിയം ബൗളറിനെ ഒരു 10-11 ഓവർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ പ്രീമിയം ബൗളറിനെ തിരിച്ചു കൊണ്ടുവരണം. അവിടെ കൊണ്ടുവരാതിരിക്കാനായിട്ട് കാരണങ്ങളൊന്നുമില്ല. കാരണം ബാക്കിയുള്ള ബൗളേഴ്സിന് ആർക്കും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാത്ത പക്ഷം നമ്മൾ ആർച്ചറിനെ തിരിച്ചു കൊണ്ടുവന്ന് വിക്കറ്റ് ഇടണം. ആർച്ചർ ആ ഒരു പിച്ച് ഓഫർ ചെയ്യുന്ന ഒരു സ്റ്റീപ്പ് ബൗൺസും അതുപോലെ വേരിയബിൾ ബൗൺസും ഒക്കെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു നമ്മൾ ഫസ്റ്റ് സ്പെല്ലിൽ കണ്ടതാണ്. അപ്പോൾ ആർച്ചറിനെ കൊണ്ടുവന്നിട്ട് ആ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു RCBയുടെ ഒരു മൊമെന്റം ബ്രേക്ക് ചെയ്യണം. ഇവിടെ വിചിത്രം എന്ന് തന്നെ പറയാം, റിയാൻ പരാഗ് അതിന് തയ്യാറായില്ല. റിയാൻ പരാഗ് ആർച്ചറിനെ കൊണ്ടുവരുന്നത് 16ാമത്തെ ഓവറിലാണ്. ആ ഓവറിൽ തന്നെ വിരാട് കോഹ്ലി പുറത്താവുകയും ചെയ്തു. അപ്പോൾ അത് 2-3 ഓവർ നേരത്തെ സംഭവിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ RCBയുടെ ഒരു മൊമെന്റം തന്നെ ഹാൾട്ടായി പോയനെ. പക്ഷെ അവിടെ അത് ചെയ്യാൻ റിയാൻ പരാഗ് തയ്യാറായില്ല. അതിന്റെ റീസണും നമുക്കറിയില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ചില മത്സരങ്ങൾ കാണാം. ഇപ്പോൾ മുംബൈയുടെ ഇപ്പോൾ അങ്ങനെ റൺസ് പോവുകയാണെങ്കിൽ നമ്മൾ ബൂംറയെ 12ാമത്തെ ഓവറിൽ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. 12-13 ഓവറിൽ അങ്ങനെ എല്ലാ ടീംസും, അതിന് ഇന്റർനാഷണൽ ആയിക്കോട്ടെ IPL ആയിക്കോട്ടെ, ഈ ഒരു T20 മത്സരത്തിൽ ആ ഒരു ഫേസ് ആകുമ്പോഴേക്കും തങ്ങളുടെ സ്ട്രൈക്ക് ബൗളറിനെ, ആ ദിവസം ഏറ്റവും മികച്ച ഫോമിലുള്ള ബൗളറിനെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇവിടെ അത് ചെയ്തില്ല. അതിനൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു.
ഇനിയിപ്പോൾ ആറിന്റെ ബാറ്റിംഗിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഇന്നിംഗ്സ് വരുമ്പോൾ ചിന്നസ്വാമിയുടെ തന്നെ ഒരു നേച്ചറാണ്, ഡ്യൂ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പിച്ച് കുറച്ചുകൂടി ബാറ്റിംഗിന് അനുകൂലമായി സെക്കൻഡ് ഇന്നിംഗ്സിലോട്ട് വന്നപ്പോൾ. ആ ഒരു 20 ഓവർ RCB ബാറ്റ് ചെയ്ത് കഴിഞ്ഞതോടെ കുറച്ചുകൂടി ഞാൻ പറഞ്ഞ പോലെ ബാറ്റിംഗിന് ഈസിയായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ചിന്നസ്വാമിയാണ്, ചെറിയ ബൗണ്ടറി ഡയമെൻഷൻസ് ആണ്. ബാറ്റിങ്ങിന് കുറച്ചൊന്ന് ഈസിയാൽ തന്നെ ബാറ്റേഴ്സിന് നന്നായിട്ട് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജയ്സ്വാൾ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള രീതിയിലാണ് തുടങ്ങിയത്. ജയ്സ്വാളിന്റെ ഒരു ഇന്നിംഗ്സ് പവർ പ്ലേയിൽ അവരെ മുന്നിലെത്തിക്കുന്നതിൽ, RCBയുടെ സ്കോറിനേക്കാളിൽ അവരെ മുന്നിലെത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇവിടെ ജയ്സ്വാൾ എടുത്തത് 19 ബോളിൽ 49 റൺസാണ്, 7 4 3 6 അടക്കം. വൈഭവിന്റെ കാര്യം പറഞ്ഞാൽ ഒരു സപ്പോർട്ട് റോൾ അത്രേ ഉള്ളൂ, 12 ബോളിൽ 16 റൺസ്. ഇവിടെ നമ്മൾ ആ ഒരു ഫേസ് നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലേയിൽ RCB സ്കോർ ചെയ്തത് 59 ആണ്. ഈ ജയ്സ്വാളിന്റെ ഒരു ഇന്നിംഗ്സ് വന്നപ്പോഴേക്കും നമ്മുടെ 72 റൺസ് സ്കോർ ചെയ്തു. അതായത് പവർ പ്ലേയിൽ തന്നെ ഒരു 13 റൺസിന് മുന്നിലെത്തി. ഇവിടെ വൈഭവിന്റെ വിക്കറ്റ് ഭുവനേശ്വർ എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഹേസൽവുഡിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു നമ്മുടെ ജയ്സ്വാൾ. പക്ഷേ 6ാം ഓവറിലെ 5ാം പന്തിലും ജയ്സ്വാളിന്റെ വിക്കറ്റും നമ്മുടെ ഹേസൽവുഡ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഹേസൽവുഡ് ആ ഒരു പിച്ചിലെ ആ ഒരു ബൗൺസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു നമ്മുടെ ജയ്സ്വാളിനെ ഒന്ന് ക്രാമ്പ് അപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ആ ഒരു റൂം കൊടുത്തില്ല അടിക്കാൻ വേണ്ടിയിട്ട്. പുൾ ഷോട്ടിന് വേണ്ടി റൂം കൊടുത്തില്ല. എന്നാൽ ജയ്സ്വാൾ പുൾ ഷോട്ടായിട്ട് മുന്നോട്ട് പോവുകയും വിക്കറ്റ് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ 2 വിക്കറ്റ് പോയാലും ഇവർക്ക് നല്ലൊരു തുടക്കം തന്നെയാണ് കിട്ടിയത്. പിന്നീട് 1 ഡൗൺ ആയിട്ട് റാണ വന്നു, അതുപോലെ തന്നെ റിയാൻ പരാഗ് വന്നു. റിയാൻ പരാഗിന് തുടക്കം കുറച്ച് ബൗണ്ടറികൾ കണ്ടെത്താനായി, അതിൽ കൂടുതലും എഡ്ജ് ആയിരുന്നു. പിന്നീട് ഒരു നല്ല സിക്സറും ഉണ്ടായിരുന്നു. നിതീഷ് റാണയും തുടക്കം ബൗണ്ടറികൾ കണ്ടെത്തി. അങ്ങനെ വന്നപ്പോഴേക്കും 9 ഓവറിൽ 110 റൺസ് എന്ന നിലയിലായി രാജസ്ഥാൻ റോയൽസ്. ഇനി ജയിക്കാൻ വേണ്ടത് 11 ഓവറിൽ 96 റൺസൂടെ. ആ ഒരു അവസ്ഥയിലാണ് കൃണാൽ പാണ്ഡ്യ ബോൾ ചെയ്യാൻ വരുന്നത്. കൃണാലിന്റെ ആദ്യ പന്ത് തന്നെ സിക്സർ അടിക്കാൻ ശ്രമിച്ച റിയാൻ പരാഗ് പുറത്തായി. 5ാമനായിട്ട് വന്നത് ധ്രുവ് ജുറലാണ്. പിന്നീട് കൃണാൽ പാണ്ഡ്യയും സുയാഷ് ശർമ്മയും ചേർന്ന് RRനെ സ്ക്യൂസ് ചെയ്തു. അവരെ റൺസ് എടുക്കാൻ കഴിയാതെ റെസ്ട്രിക്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോഴേക്കും ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ ബൗണ്ടറികൾ കണ്ടെത്തിയ നിതീഷ് റാണ ആ ഒരു ഫ്ലോ കിട്ടാനാവാതെ വിഷമിച്ചു. ധ്രുവ് ജുറലും തുടക്കം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു ഫേസ് നോക്കിയാലും മിഡിൽ ഓവേഴ്സിൽ ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞത് 76 ആണ്. അതായത് ഒന്ന് ആലോചിക്കണം, ഇപ്പോൾ പവർ പ്ലേയിൽ 6 ഓവറിൽ 72 എടുത്തു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത 3 ഓവറിൽ 38 റൺസ് കൂടെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന 6 ഓവറിൽ ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞത് വെറും 38 റൺസാണ്. അതായത് പവർ പ്ലേ കഴിഞ്ഞുള്ള 3 ഓവറിൽ എടുത്ത റൺസാണ് പിന്നീടുള്ള 6 ഓവറിൽ എടുക്കുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ ഒരു ചോക്ക് വന്നു, 2 വിക്കറ്റുകൾ ഇവർക്ക് നഷ്ടമായി. ഈ ഒരു ഫേസിൽ നമ്മുടെ കൃണാൽ പാണ്ഡ്യ 4 ഓവറിൽ 31 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. സുയാഷ് ശർമ്മയും 4 ഓവറിൽ 31 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. ഇവരുടെ ഒരു മികച്ച സ്പെല്ല് വന്നപ്പോഴേക്കും ഇന്നിംഗ്സിന്റെ ഒരു ഘട്ടത്തിൽ അറൗണ്ട് 8+ ആയിരുന്ന ആസ്കിംഗ് റേറ്റ് ഒരു 11ലേക്ക് എത്തി. അതോടെ വീണ്ടും ഇവർക്ക് പ്രഷറായി. ലാസ്റ്റ് 5 ഓവറിൽ രാജസ്ഥാൻ ജയിക്കാൻ വേണ്ടിയിരുന്ന 58 റൺസാണ്. ഇപ്പോൾ 16ാമത്തെ ഓവർ നോക്കിയാൽ കൃണാൽ എറിഞ്ഞ 16ാമത്തെ ഓവറിൽ 12 റൺസ് എടുക്കാൻ അവർക്കായി. അതോടെ 4 ഓവറിൽ 46 റൺസ്. അപ്പോഴാണ് ഹേസൽവുഡ് വരുന്നത്. ഹേസൽവുഡ് 17ാം ഓവർ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ബോൾ ചെയ്തത്. ആ ഓവറിൽ അവസാനം വന്ന് ശുഭം ദുബെക്ക് 4 അടിക്കാൻ കഴിഞ്ഞെങ്കിലും 6 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അതോടെ 3 ഓവറിൽ 40 റൺസ് എന്ന അവസ്ഥയിലെത്തി. RCB മത്സരത്തിൽ പിടിമുറുക്കിയതായിട്ട് തോന്നി. അങ്ങനെ RCB മത്സരം ജയിക്കുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് 18ാമത്തെ ഓവറിൽ ഭുവിയെ ധ്രുവ് ജുറൽ അറ്റാക്ക് ചെയ്യുന്നത്. ആ ഓവറിൽ 22 റൺസ് പിറന്നു. അതോടെ ജയിക്കാൻ 12 പന്തിൽ 18 റൺസ്. ഈ മത്സരം വീണ്ടും ഒരു സീസോ പോലെ, അതായത് രാജസ്ഥാൻ ഈ മത്സരം ജയിക്കുമെന്ന് കരുതി, കാരണം ജുറൽ ഫോമിലേക്ക് വന്നു. എന്നാൽ ഹേസൽവുഡിന് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. ഹേസൽവുഡ് 19ാമത്തെ ഓവർ ചെയ്യാൻ വന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ മാച്ച് വിന്നിംഗ് മൊമെന്റ് എന്ന് തന്നെ പറയാം. ഈ ഓവർ വെറും 1 റൺസാണ് കൊടുത്തത്, 2 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ജിതേഷ് ശർമ്മയെ അപ്ലോഡ് ചെയ്യണം. കാരണം ഹേസൽവുഡിന്റെ ഒരു വൈഡ് യോർക്കറിൽ വന്ന ഒരു അണ്ടർ എഡ്ജ് ജിതേഷ് ശർമ്മയാണ് സ്പോട്ട് ചെയ്തത്. ബാക്കി ആരും അപ്പീൽ ചെയ്തില്ല. ജിതേഷ് ശർമ്മ സ്പോട്ട് ചെയ്തു, അത് DRSന് വിട്ടു. അങ്ങനെ ധ്രുവ് ജുറൽ ഔട്ടായി. തൊട്ടടുത്ത പന്തിൽ ആർച്ചറും പുറത്തായി. അപ്പോൾ ഒന്ന് ആലോചിക്കണം, 12 പന്തിൽ 18 റൺസ് വേണ്ട സമയത്ത് 19ാമത്തെ ഓവർ ചെയ്യാൻ വന്നിട്ട് 1 റൺസ് വിട്ടുകൊടുക്കുന്നു. അതോടെ ലാസ്റ്റ് ഓവറിൽ 17 റൺസ് എന്നൊരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ അവർക്ക് ബാറ്റേഴ്സും ഇല്ല. ആ ഓവറിൽ യഷ് ദയാൽ 5 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അങ്ങനെ വന്നപ്പോഴേക്കും RCB 11 റൺസിന് ജയിച്ചു. അപ്പോൾ ഈ സീസണിലെ ചിന്നസ്വാമി ശാപം, അങ്ങനെ ഒരു ശാപം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ RCBക്കായി. തോൽവിയുടെ വക്കിൽ നിന്ന് മത്സരം തിരികെ പിടിച്ച ജോഷ് ഹേസൽവുഡ് ആണ് മാൻ ഓഫ് ദ മാച്ച്. ശരിക്കും ഡിസർവിംഗ് ആണ്, ട്രൂലി ഡിസർവിംഗ് ആണ്. ഈ സീസണിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓവേഴ്സ് ആണ് ആ ഒരു പ്രഷറിൽ ജോഷ് ഹേസൽവുഡ് എറിഞ്ഞത്. കാരണം ഇതേവരെ ചിന്നസ്വാമി ഈ സീസണിൽ ജയിക്കാനായിട്ടില്ല. ഈ മത്സരവും അതിന് തൊട്ട് മുൻപത്തെ ഓവറിൽ ഭുവിയെ പോലത്തെ എക്സ്പീരിയൻസ്ഡ് ബൗളറിന് 22 റൺസ് അടിക്കുന്നു, ജയിക്കാൻ വെറും 18 റൺസ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. ആ ഒരു പ്രഷറിലാണ് കോൾഡ് ബ്ലഡഡ് ആയിട്ട് ഹേസൽവുഡ് വന്ന് എറിഞ്ഞു മാറിയത്. അപ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ RRന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് RRന് ജയിക്കാവുന്ന മത്സരമായിരുന്നു. അവർ ചോക്ക് ചെയ്തതാണ്, അവർ വീണ്ടും ബോട്ടിൽ ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലെ പോലെ തന്നെ ഈ മത്സരങ്ങളിലും ചേസിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറുള്ള സ്റ്റേജസിലെല്ലാം ഇവർ മുന്നിലായിരുന്നു. എന്നിട്ട് ഇവർ വീണ്ടും ആ ഒരു ചേസ് ബോട്ടിൽ ചെയ്തു. അപ്പോൾ തുടർച്ചയായി 3ാം തവണയാണ് ഇങ്ങനെ അവർ തോൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സീസൺ ഓവറായി കഴിഞ്ഞു. ഇനി 5 മത്സരങ്ങളാണുള്ളത്. ഇനി 5-ൽ 5 ജയിച്ചാലും പ്ലേ ഓഫിൽ കയറാൻ കഴിയുമെന്ന് ഉറപ്പൊന്നുമില്ല. ഈ ഒരു രീതിയിൽ, അതായത് ജയിക്കാൻ കഴിയുന്ന 3 മത്സരങ്ങൾ, അനായാസം വിജയത്തിലേക്ക് എത്തുമെന്ന് കരുതിയ 3 മത്സരങ്ങൾ ബോട്ടിൽ ചെയ്ത് അവർക്ക് എന്തായാലും ഇനി 5-ൽ 5 ജയിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. പറ്റുന്ന അത്രയും മത്സരം ജയിക്കുക, ബാക്കിയുള്ള ടീമിനെ വലിച്ച് താഴെ ഇടുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ആ ഒരു ഇനിയൊരു ഫിയർലെസ് ആയിട്ട് കളിച്ചിട്ട്.
അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇവരുടെ ടീം അനാലിസിസ് വീഡിയോ പറഞ്ഞതുപോലെ ബട്ട്ലറിനെ വിട്ടുകൊടുത്തത് വളരെ ഒരു മോശം തീരുമാനമായി. അതിപ്പം തെളിഞ്ഞു. ബട്ട്ലർ അവിടെയാണെങ്കിൽ GTക്ക് ആണെങ്കിൽ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നു, മത്സരങ്ങൾ ഫിനിഷ് ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ ടോപ്പ് ഓർഡർ നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തിട്ടും ഫിനിഷ് ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ. ഇനി RCBയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹോമിൽ അങ്ങനെ ആദ്യത്തെ വിജയം സ്വന്തമാക്കാനായി 9 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങളുമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് എത്തി. ഇനിയുള്ള 5 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ കഴിയും. കാരണം ഒരു 16 പോയിന്റാണ് നമ്മൾ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു യാഡ്സ്റ്റിക് ആയിട്ട് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ 14 പോയിന്റുമായിട്ടാണ് RCB പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തത്. എന്നാൽ ഈ സീസൺ ആ ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 6 എന്ന് പറയുന്നത് കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആണ്. ഓൾറെഡി പല ടീമുകളും 5 മത്സരങ്ങൾ ജയിച്ചു. അതുകൊണ്ട് തന്നെ മിക്കവാറും ഒരു 8 വിജയങ്ങളായിരിക്കും ഒരു യാഡ്സ്റ്റിക് ആയിട്ട് ഉണ്ടാവുക. RCB പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള നല്ലൊരു പൊസിഷനിലാണ്. ഈ ഒരു വിജയം കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്നത് പഞ്ചാബിനെയും LSG ആയിരിക്കും. മുംബൈ നല്ല ഫോമിൽ കളിക്കുന്നു, അവർക്ക് നല്ല പ്ലേ ഓഫ് സാധ്യത വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ 2 ടീമുകളെ ആയിരിക്കും ഇത് കൂടുതൽ പ്രഷറൈസ് ചെയ്യുക. കാരണം GTയും DC ഓൾറെഡി 6 വിൻസ് ആയി, ഇപ്പോൾ RCB 6 വിൻസ് ആയി. അതുപോലെ തന്നെ മുംബൈ നല്ല ഫോമിൽ കളിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഇപ്പം ഉള്ള ഒരു ലീൻ ബാച്ചിൽ നിന്ന് LSGക്കും പഞ്ചാബിനും മുമ്പോട്ട് വന്നേ മതിയാവും. അപ്പോൾ അങ്ങനെയാണ് ഈ സീസൺ ഷേപ്പ് അപ്പ് ചെയ്യുന്നത്. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സെക്കൻഡ് ഹാഫ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ഈ ഒരു ഹാഫിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.